കർണാടകത്തിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. 15 മുതൽ 20 സീറ്റ് വരെ നേടുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് കളത്തിൽ ഇറങ്ങുന്നത്. അതിനായി ദളിതുകളെയും ന്യൂനപക്ഷങ്ങളെയും അടുപ്പിച്ച് നിർത്തുന്നുള്ള അനവധി പദ്ധതികളുമായി മുൻപോട്ട് പോകുമ്പോഴാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി BJP രംഗത്തെത്തുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് വെട്ടിലാകുകയായിരുന്നു. ഏതായാലും കോൺഗ്രസ് ആദ്യം പറഞ്ഞത് തങ്ങൾ പോകുന്നില്ലെന്ന്, അത് വലിയൊരു ജനരോഷത്തിന് ഇടയാക്കി. തുടർന്ന് താൻ ഒരു രാമഭക്തനാണെന്നും ക്ഷണിച്ചാൽ താൻ പോകുമെന്ന് വരെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തി. ഏതായാലും അവിടുന്ന് ക്ഷണപത്രികയൊന്നും എത്തിയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, കോൺഗ്രസിൻ്റെ നേതാക്കളും അടക്കം നാളെ കർണാടകത്തിൽ പ്രത്യേക പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ന്യൂനപക്ഷങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കർണാടകത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. BJP JDS സഖ്യം വന്നതോടുകൂടി ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും ഒരു വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് 5 ലോക്സഭാ സീറ്റുകൾ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് നൽകുമെന്നും മുസ്ലിം സംഘടനകൾക്ക് ഉറപ്പും നൽകിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അയോധ്യ കത്തിക്കാളുന്ന നിമിഷം അയോധ്യയിലേക്ക് കോൺഗ്രസ് പോകുന്നില്ലാതെടുത്ത തീരുമാനം, ഇത് BJP മുതലെടുക്കുന്നൊരു അവസരം. ഈ സാഹചര്യത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകിയാൽ അവിടെ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാകുകയും ആ സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് കരുതുന്നു. ഏതായാലും കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. നാളെ ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കർണാടകത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂജ നടക്കുന്നതിനെ മുസ്ലിം സമുദായം സംശയത്തോടെ കാണുന്നു. ഏതായാലും 2 വിഭാഗവും ഇപ്പോൾ അകന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കർണാടകത്തിൽ നിന്നും പുറത്തു വരുന്ന മറ്റൊരു വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.